ഗുഡ് മോർണിംഗ്. വീണ്ടും കർത്താവിൻ്റെ നാമത്തിലുള്ള സ്നേഹവും വന്ദനവും. നമ്മൾ ടോപ്പിക്ക് തുടങ്ങിയത് പരിശുദ്ധാത്മാവിനാൽ എങ്ങനെ നടത്തപ്പെടുന്നതാണ്. ഇടയ്ക്കൊന്ന് ഇച്ചിരി ഡീവിയേറ്റ് ചെയ്ത് പോകുന്നുണ്ട്, ക്ഷമിക്കണം. അതും ഹോളി സ്പിരിറ്റ് ലീഡ് ചെയ്യുന്നുണ്ട് അങ്ങനെ പോകുന്നത് കേട്ടോ. ഞാൻ എൻ്റെ സ്വന്തം പ്ലാനിങ്ങിൽ പറയുന്നതല്ല, ഇതെല്ലാം ആവശ്യമാണെന്ന് കൂട്ടിയാൽ മതി. ഇതിൻ്റെ കൂടെ ഇതെല്ലാം അറിഞ്ഞിരിക്കുന്നത് ആവശ്യമാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിനെ നടത്തപ്പെടണമെങ്കിൽ ഒന്ന്, പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നിരിക്കുന്നത് കർത്താവിൻ്റെ വഴിയെ നമ്മളെ വഴി നടത്താനാണെന്നുള്ള തിരിച്ചറിവുണ്ടാണ്. പരിശുദ്ധാത്മാവിനെ കൂടാതെ നമുക്കൊരു ക്രിസ്ത്യനായിട്ട് നടക്കാൻ പറ്റത്തില്ല എന്നുള്ള ഒരു തിരിച്ചറിവുണ്ടാകണം, ബോധ്യമുണ്ടാകണം. പലപ്പോഴും നമ്മൾ പരിശുദ്ധാത്മാവിനെ കൂടാതെ നമുക്കൊരു ക്രിസ്ത്യൻ ലൈഫ് നടത്താനാണ് നമ്മൾ നോക്കുന്നത്, നടക്കത്തില്ല. അത് ഡെഡ് വർക്ക്. ഇനിയെങ്കിലും തിരിച്ചറിയാം, അത് ഡെഡ് വർക്ക്. ഞാൻ തീർത്ത് പറയാം. നിർജ്ജീവ പ്രവൃത്തി, ഹീബ്രൂസിനകത്ത് പറയുന്നുണ്ട്, നിങ്ങൾ നിർജ്ജീവ പ്രവൃത്തികളിൽ നിന്ന് മാനസാന്തരപ്പെടും. കാരണം നമ്മൾ കർത്താവിനെ ക്രിസ്ത്യൻസ് ആണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൂട്ടുന്നുണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ സഹായവും ഗൈഡൻസും ഇല്ലാതെ. അനേക പ്രാർത്ഥനകളുണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ ഗൈഡൻസ് ഇല്ലാതെ, ലീഡിങ് ഇല്ലാതെ. അച്ഛനും പറയാ, വേണ്ടവിധം നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പോലും അറിഞ്ഞുകൂടാ, പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് തുണ നിൽക്കും. ഇതൊന്നും നമ്മൾ ചെയ്യാതെ നമ്മൾ എന്തൊക്കെയോ കാര്യങ്ങൾ പ്രാർത്ഥിക്കുന്നു, അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഉരുവിടുന്നു. ഞാൻ ഒരു കാര്യം പറയാം, ഡെഡ് വർക്കിന് ഒരു പ്രതിഫലവും ഉണ്ടാകത്തില്ല. അപ്പോൾ പരിശുദ്ധാത്മാവിനാൽ നമുക്ക് ദൈവം തന്നിരിക്കുന്നത് സഹായകനായിട്ട്. എന്ത് സഹായത്തിന്? ആർക്കാ സഹായം ആവശ്യമുള്ളത്? ബലഹീനതയുള്ളത് ഇല്ലേ? ബലവാന്മാർക്ക് സഹായം ആവശ്യമില്ല. അപ്പോൾ സോറി, നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ സഹായം ചോദിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് നമുക്ക് ആവശ്യമില്ല. ഞങ്ങൾ ബലവാന്മാർ എന്ന് പറഞ്ഞാൽ നമ്മൾ അഹങ്കാരികളാണ്. കർത്താവ് അഹങ്കാരികളോട് എതിർത്ത് നിൽക്കുന്നു എന്നാണ് പറയുന്നത്. അവനെ താഴ്മയുള്ളവർക്ക് കൃപ നൽകും. അപ്പോൾ താഴ്ത്തി ഏൽപ്പിക്കണം. കർത്താവേ, എനിക്ക് ഞങ്ങളുടെ പരിശുദ്ധാത്മാവിനെ കൂടാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഐ ആം ഗുഡ് ഫോർ നത്തിങ്. എനിക്ക് കിട്ടിയ അറിവുകളും അല്ലെങ്കിൽ എനിക്ക് കിട്ടിയ ബോധ്യങ്ങളും ഒന്നും അങ്ങേ പ്രസാദിപ്പിക്കാൻ പോകുന്നതല്ല. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ വഴി നടത്താമെങ്കിൽ എനിക്ക് അങ്ങയുടെ വഴി നടക്കാൻ പറ്റും. എനിക്ക് കർത്താവിനെ പ്രസാദിപ്പിക്കാൻ പറ്റും. അതാ നമ്മൾ ഒന്ന് റോമർ 8:14 കേട്ടു. ദൈവത്തിൻ്റെ ആത്മാവിനാൽ നടത്തപ്പെടുന്ന ഏവരും ദൈവത്തിൻ്റെ മക്കൾ. ഗലാത്യർ 5:25 ഇത് തന്നെ പറയുന്നത്. ഗലേഷ്യൻസ് ചാപ്റ്റർ 5:25. ഞാനത് ലിവിങ് ബൈബിളിൽ നിന്ന് വായിച്ച് കേൾപ്പിക്കും. ഇഫ് വി ആർ ലിവിങ് നൗ ബൈ ദ ഹോളി സ്പിരിറ്റ്, ഇഫ് വി ആർ ലിവിങ് നൗ ബൈ ദ ഹോളി സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ വീണ്ടും ജന്മം നടന്നു, കർത്താവിൽ വിശ്വസിച്ചു, പരിശുദ്ധാത്മാ നമ്മുടെ ഉള്ളിൽ വന്നു. ഇനി നമ്മൾ ആരില്ല നടത്തപ്പെട്ടത്? പരിശുദ്ധാത്മാവിനാണ് നടത്തപ്പെട്ടത്. ഇഫ് യു ആർ ലിവിങ് നൗ ബൈ ദ ഹോളി സ്പിരിറ്റ്, ലെറ്റ് us follow the Holy Spirit's leading in every part of our lives. Let's follow the Holy Spirit's leading in every part of our lives. നമ്മൾ പരിശുദ്ധാത്മാവിനാണ് നടത്തപ്പെടുന്നതെന്ന് നമ്മൾ അവകാശപ്പെടുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പറയുന്നുണ്ടെങ്കിൽ, നമ്മൾ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ദൈവത്തിലാണെന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, നമ്മളൊരു ക്രിസ്ത്യനാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, അതിൽ അഭിമാനിക്കുന്നുണ്ടെങ്കിൽ, ഓർത്തോണം, നമ്മൾ ഇപ്പോൾ പരിശുദ്ധാത്മാവിലാണ് നമ്മൾ ജീവിക്കുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെയാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ, ലെറ്റ് us follow the Holy Spirit's leading in every part of our lives. നമ്മുടെ ജീവിതത്തിൻ്റെ മുഴുവൻ കാര്യങ്ങളും പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിലായിരിക്കണം, പരിശുദ്ധാത്മാവിൻ്റെ ലീഡിങ്ങിലായിരിക്കണം, പരിശുദ്ധാത്മാവിൻ്റെ ആലോചന പ്രകാരമായിരിക്കണം, പരിശുദ്ധാത്മാവ് നമ്മൾ ഗൈഡ് ചെയ്യുന്നതനുസരിച്ചായിരിക്കണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുതും വലുതുമായ ഓരോ കാര്യങ്ങളിൽ ഇപ്പം നമ്മൾ എന്ത് കഴിക്കണമെന്നോ അല്ലെങ്കിൽ എന്ത് കുടിക്കണമെന്നൊന്നും പരിശുദ്ധാത്മാവ് നമ്മൾ ചോദിക്കേണ്ട ആവശ്യമില്ല. അത് നമുക്ക് ഇഷ്ടമുള്ളത് കഴിക്കാം. അല്ലാതെ നമ്മൾ ഒന്ന് ആസ് എ ക്രിസ്ത്യൻ എങ്ങനെയാണ് കർത്താവിനെ പ്രസാദിപ്പിക്കേണ്ടത്, എങ്ങനെയാണ് കർത്താവിനെ ആരാധിക്കേണ്ടത്, എങ്ങനെയാണ് കർത്താവിനെ പ്രാർത്ഥിക്കേണ്ടത്, മെയിൻലി അത് പരിശുദ്ധാത്മാവ് സഹായിക്കുന്നത്. പിന്നെ നമ്മുടെ ജീവിതത്തിൽ ആസ് എ ക്രിസ്ത്യൻ നമ്മൾ സമൂഹത്തിൽ എങ്ങനെയായിരിക്കണം, നമുക്ക് എന്തൊക്കെ അനുവദിച്ചിട്ടുണ്ട്, നമുക്ക് ഈ എല്ലാ കാര്യങ്ങളും നമുക്ക് അനുവദനീയമാണോ, പരിശുദ്ധാത്മാവോട് ചോദിക്കണം. തോന്നിയവാസം നമുക്ക് ജാതികൾ നടക്കുന്ന പോലെ അല്ലെങ്കിൽ കർത്താവിനെ അറിയാത്ത ആൾക്കാർ നടക്കുന്ന പോലെ നമുക്ക് എല്ലാ കാര്യങ്ങളും ഇൻവോൾവ് ആവാൻ പറ്റുമോ, അതോ നമുക്കൊരു സെപ്പറേഷൻ ഉണ്ടോ, പരിശുദ്ധാത്മാവോട് ചോദിക്കുക. നമുക്ക് ആരെയും വേണമെങ്കിൽ വിവാഹം കഴിക്കാമോ, പരിശുദ്ധാത്മാവോട് ചോദിക്കുക. ആരെയും വിവാഹം കഴിക്കാനുള്ള വ്യവസ്ഥ ബൈബിളിലില്ല. നമുക്ക് ബൈബിൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഇണയില്ലാ കണ കൂടരുതെന്ന്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചോദിക്കുന്ന വിഗ്രഹത്തിന് ആലയമായിട്ട് എന്ത് ബന്ധം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഉള്ളിൽ ദൈവം വസിക്കുന്നു, പരിശുദ്ധാത്മാവ് വസിക്കുന്ന ദൈവത്തിന് ആലയമാണ്. അത് നമ്മൾ ദൈവമില്ലാത്ത അല്ലെങ്കിൽ ദൈവത്തിൽ വിശ്വസിക്കാത്ത ആൾക്കാരുമായിട്ട് നമ്മൾ പല രീതിയിൽ നമ്മളതിനെ
കണക്ട് ചെയ്യാറുണ്ട്. ബിസിനസ്സിലാകാം, വിവാഹബന്ധത്തിലാകാം, പല രീതിയിൽ. അപ്പോൾ അതൊക്കെ പരിശുദ്ധാത്മാവിനോട് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ആ തെറ്റ് പറ്റത്തില്ല. ഓരോ കാര്യത്തിലും ഞാൻ പറയില്ലേ, നമ്മൾ പരിശുദ്ധാത്മാവിൽ നടത്തപ്പെടുന്നത്. കാരണം ഞാനൊരു ക്രിസ്ത്യനാണ്. ഐ എം സപ്പോസ് ടു ബി ലെഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്. അതിനകത്ത് പ്രത്യേകിച്ച് ഓപ്ഷൻ അല്ലത് കേട്ടോ. പരിശുദ്ധാത്മാവിനെ നടത്തപ്പെടണം എന്നൊരു ഓപ്ഷൻ നമുക്കില്ല. പരിശുദ്ധാത്മാവിനെ നടത്തപ്പെടണം എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ഹിതം. ഒരു ദൈവ പൈതൽ കർത്താവിനെ രക്ഷിതാവിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ പരിശുദ്ധാത്മാവിനല്ലാണ് പിന്നെ നടത്തപ്പെടേണ്ടത്. അല്ല നമുക്ക് വേണം നടക്കാം, വേണ്ട നടക്കണ്ടെന്ന് അങ്ങനെ ഓപ്ഷൻ 1 ഓപ്ഷൻ ബി അല്ലേ, അങ്ങനെ പ്ലാൻ ബി പ്ലാൻ സി ഇല്ല. അപ്പോൾ ഇതിനകത്ത് ആ ഒറ്റ സംശയത്തിനിടയില്ല. കർത്താവ് അതുകൊണ്ട് ആദ്യം പറഞ്ഞത് ദൈവത്തിൻ്റെ ആത്മാവിനെ നടത്തപ്പെടുന്ന ഏവരും മാത്രം ദൈവത്തിൻ്റെ മക്കൾ. അതിനകത്ത് തന്നെ റോമാലേഖനത്തിൽ തന്നെ പറയുന്നുണ്ട്, ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ ക്രിസ്തുവിനുള്ളവനല്ല. വളരെ ശ്രദ്ധിച്ചോണം കേട്ടോ. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമുക്ക് ആ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നുണ്ടോ? ക്രിസ്തുവിൻ്റെ ആത്മാവ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നുണ്ടെന്നുള്ളതിന് തെളിവ്. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നുണ്ടെന്നുള്ളത് എങ്ങനെ തിരിച്ചറിയും? പരിശുദ്ധാത്മാവ് വസിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പരിശുദ്ധാത്മാവിന് എന്ത് ഇമ്പോർട്ടൻസാണ് കൊടുത്തിട്ടുള്ളത്? പറ. പരിശുദ്ധാത്മാവോട് ചുമ്മാ പരിശുദ്ധാത്മാവെ വരണമേ നിറയണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആയില്ല. പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം ഇപ്പം നമ്മൾ കേട്ട പോലെ, ഇഫ് യു ആർ ലിവിങ് നൗ ബൈ ദ ഹോളി സ്പിരിറ്റ്, ലെറ്റ് us follow the Holy Spirit's leading in every part of our lives. ഈ വരുന്നവരാണ് പരിശുദ്ധാത്മാവ് ഈ കാറ്റഗറി വരുന്നത്. അപ്പം നമ്മൾ പരിശോധിക്കുക, ഞാൻ ഈ കാറ്റഗറി വരുന്നുണ്ടോ? എൻ്റെ തീരുമാനമൊക്കെ പരിശുദ്ധാത്മാവാണ് എടുക്കുന്നത്, അതോ ഞാൻ തന്നെയാണ് എടുക്കുന്നത്, അതോ മറ്റുള്ളവരാണോ, അതോ ഗൂഗിളാണോ? ചിന്തിക്കുക. പിന്നെ എങ്ങനെ എനിക്ക് പരിശുദ്ധാത്മ പറയുന്നത്? നമ്മൾ പലപ്പോഴും പറയുന്നത് ഞങ്ങൾക്കെല്ലാം പരിശുദ്ധാത്മ ഉണ്ടല്ലോ, ഞങ്ങൾ ചെറുപ്പത്തിലെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചാണല്ലോ. നോ, പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടുന്നവരാണ് ദൈവത്തിൻ്റെ മക്കൾ. പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നത് നമ്മുടെ ചെറുതും വലുതുമായ മുഴുവൻ കാര്യങ്ങളും ദൈവഹിതപ്രകാരം നടത്താൻ വേണ്ടിയിട്ട്. നമുക്ക് അതിനുള്ള ശക്തിയില്ല, നമ്മൾ ബലഹീനരാണ്, നമുക്ക് മാനുഷിക ബുദ്ധിയാണ്. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ ബുദ്ധിയും ദൈവത്തിൻ്റെ ശക്തിയും പരിശുദ്ധാത്മാവിൽ നമുക്ക് തരുന്നത്. ഇത് വേണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ ഭയങ്കര സക്സസ്ഫുള്ളാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ ലോകത്തിൻ്റെ സ്റ്റാൻഡേർഡില്ല. ബൈബിളിൽ വാക്യം പറയുന്നുണ്ട്, ലോകം മാനിക്കുന്നതിനല്ല ദൈവം മാനിക്കുന്നത്. ആരാണ് ദൈവം കമൻറ്റ് ചെയ്യുന്നത്? ലോകം കമൻറ്റ് ചെയ്യുന്നവരല്ല ഭാഗ്യന്മാർ. ദൈവം ആരെക്കുറിച്ച് കമൻറ്റ് ചെയ്യുന്നു? ഈസ് ഫെയ്ത്ത്ഫുൾ, ഈസ് ഗുഡ്, ഈസ് മൈ സൺ എന്നാര് പറയുന്നു, അവരാണ് യഥാർത്ഥത്തിൽ അംഗീകരിക്കുന്നത്. അല്ലെ ഭാഗ്യന്മാർ. കർത്താവ്